Hey guys, welcome to a പുതിയ വ്ളോഗ്. ഗൈസ്, ഇപ്പോ സമയം രാവിലെ 4 മണി. ഞങ്ങൾ എറണാകുളത്തേക്ക് പോവാണ്. നമുക്കൊരു ഇനോഗ്രേഷൻ ഉണ്ട്. ദൂരിക്കുന്നു സന്ദീപ് വെളിയെ. ഹായ് പറയടാ. നമുക്ക് വീട്ടിൽ നിന്ന് വർഷം കൂടെ എടുത്തിട്ട് നേരെ എറണാകുളത്ത് പോവാം. ഗൈസ്, ഞാനും വർഷം ഒരുമിച്ചുള്ള ആദ്യത്തെ ഇനോഗ്രേഷൻ ആണെന്ന്. ലെറ്റ്സ് ഗോ. വർഷ മാഡം, ഗുഡ് മോർണിംഗ്. പോകാൻ റെഡിയാണോ? ഉറക്ക സെറ്റ് ആയില്ലല്ലേ? നമുക്ക് ബാക്കി വണ്ടി കിടന്നുറങ്ങാം കേട്ടാ. കോട്ടുവാക്കെ ഇട്ട് പോകുന്നുണ്ട്. അപ്പൊ വർഷം എടുത്ത് ഗൈസ്, ഇനി നമുക്ക് നേരെ പോവാ എറണാകുളത്തോട്ട്. ആഹാ, ശുദ്ധഹാസ്യം ഇത്രയും അതിരാവിലെ. പൊക്കോളൂ. ഗൈസ്, ഞാൻ കളിക്ക് പറയാല്ല. അതുകൊണ്ടേക്കാണ് ഗൈസ് കാട്ടു വന്നി പോയി. ഓ എടാ, എന്ത് വലിയ പന്നിയല്ലേ അത്. ഒപ്പോ എടാ, അച്ഛനെ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളു കേട്ടാ, പന്നി പന്നി കണ്ടല്ലോ. എന്റെ അത്രയുണ്ട്. എന്ത് സൈസ് ഇതിന്. ഇതെന്താ രാത്രി വന്നല്ലേ? ഓ, ഒന്ന് എത്തി നോക്കിട്ട് പോണോടാ. ടാറ്റ പറയാൻ വന്നേന്ന് എന്റെ അടുത്ത്. നിങ്ങൾ എറണാകുളത്ത് പോവേല്ലേ? ടാറ്റ വരാൻ വന്നതായിരുന്നു ഗൈസ്. ഇതിനാണ് വരാഹ രൂപം അല്ലേ? വീണ്ടും വന്നാ വരണോ? വെളിയിറങ്ങണം. ഞാൻ നോക്കട്ടെ. ആഹാരം തേടി വരുന്നു. നമ്മുടെ കുഞ്ഞമ്മയുടെ മോനാ. അതോ പോണം. പോയി. എന്ത് സൈസ് അതിന്. ടാറ്റ പന്നി, കള്ള പന്നി. ഇവിടെ എന്റെ കുടുംബത്തിനെ എന്നാണ്ട് അവിടെയാണ് നിർത്തിയിട്ട് വന്നേക്കാണെന്ന് തോന്നുന്നു. ആണോ? എന്താടാ? സിംഗിൾ പസിംഗ്. ഓക്കെ, അപ്പോ മണി ഇപ്പൊ 4:20 ഞങ്ങൾ ഇറങ്ങട്ടെ വീട്ടിൽ നിന്ന്. ഗൈസ്, രാവിലെ 8:30 ആയപ്പോഴത്തേക്കും സന്ദീപ് നമ്മളാ എറണാകുളത്ത് എത്തിച്ച്. എങ്ങനെ ഉണ്ടായിരുന്നടാ? സുഖം, ഉറക്കം അറിഞ്ഞു പോലുമില്ല എവിടെ എത്തിയത്. ഞാൻ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് നമുക്കിവിടെ റൂം എടുത്ത് തന്നിട്ടുണ്ട്. അവിടെ പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഒന്ന് പതുക്കെ സെറ്റ് ആവും. ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് 2 ഗീ റോസ്റ്റും എടുത്ത് സന്ദീപിന് ഒരു പുട്ടും കടല അല്ലേടാ സെറ്റ് കഴിച്ചിട്ട് വരാം. നമുക്ക് ഇവിടുത്തെ ജിഞ്ചറിലാണ് റൂം കേട്ടാ. ഇതാണ് നമ്മുടെ റൂം. ഇത് വർഷയുടെ ബാഗ്, ഇത് എന്റെ ബാഗ്. ഇവിടെ ഒരു കുഞ്ഞ് ബാത്റൂം ഉണ്ട്. അവിടെ സന്ദീപ് ഉണ്ട്. ഇവിടെ 3 പേർക്ക് ഇരിക്കാനുള്ള കസേര. എന്തിനാ 3 പേർക്ക് ഇരിക്കാനുള്ള കസേര? ഇരുത്തല്ലേ? ശാസ്ത്രീയമായ ഓരോരോ കലാവിരുതുകളെ. ഇവിടെ നമ്മുടെ ബെഡ്റൂം ഉണ്ട്. ഇവിടെ വർഷമുണ്ട്. ഹായ് വർഷ, സുഖമാണോ? ഫോണുണ്ട്, വീട്ടിലോട്ട് വിളിക്കാം. ബാത്റൂം ഉണ്ട്. ഇവിടെ ഒരു TV ഉണ്ട് ഗൈസ്. ഇവിടെ ഒരു ബാത്റൂമും ഉണ്ട്. ഞങ്ങൾ ഒന്ന് ഫ്രഷായി റെഡിയായി സെറ്റ് ആവട്ടെ. ഗൈസ്, ഞങ്ങൾ റെഡിയായി ഇറങ്ങിയിരിക്കുകയാണ്. എങ്ങനെയുണ്ട് ഞങ്ങളുടെ ഗെറ്റ് റെഡി വിത്ത് അസ്? കൊള്ളാണ്, നല്ല രസമുണ്ട്. ഓർമ്മ ഇതാണ് നീ പോയി എടുത്തത് അല്ലേ? ഇത് റാബേ റബന്ത കഥകളിയെ കൊണ്ട് സുഹൃത്തുക്കളെ കണ്ടാളി എനിക്ക് വേണ്ടി ഇങ്ങനെ ഓരോന്നായിട്ട് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നാളത്തെ ഇനോഗ്രേഷനും അവനായിരിക്കും നമുക്ക് സെറ്റ് ചെയ്യണം. എന്തായാലും ഗൈസ്, നമ്മൾ ബോട്ടണിക് ബ്യൂട്ടി സലൂൺ എന്ന് പറഞ്ഞിട്ട് ഉള്ള സലൂണിന്റെ ഇനോഗ്രേഷൻ ആണ്. നിന്റെ ആദ്യത്തെ ഇനോഗ്രേഷൻ അല്ലേ? കൺഗ്രാറ്റുലേഷൻസ്. അയ്യോ, കൊള്ളാം. അപ്പം നമുക്ക് അങ്ങോട്ട് ഇറങ്ങാം ഗൈസ്. കുട്ടി എത്തി. പോവാടാ. എക്സൈറ്റ്മെന്റ് ഉണ്ടോ? ടെൻഷൻ ഉണ്ടോ? ശ്വേത ചേച്ചി ഉണ്ട് കേട്ടാ. ശ്വേത ചേച്ചി ഉണ്ട്. ഒരു മൂവി സെലിബ്രിറ്റി, നമ്മള് സോഷ്യൽ മീഡിയ, അവര് ടെലിവിഷൻ, അങ്ങനത്തെ ഒരു സെറ്റപ്പ്. ശരിയാണല്ലോ, ഞാനും ടെലിവിഷൻ, നമ്മൾ ടെലിവിഷനും സോഷ്യൽ മീഡിയയും എല്ലാം ഉണ്ട് ഗൈസ്. ലെറ്റ്സ് ഗോ. ഡിക്കി ഫുള്ളി പാക്ക്. ഇത് കണ്ണന് കൊടുക്കാനുള്ള ബാഗാണ് കേട്ടോ. അവന്റെ ഒരു തലയോട്ടി ബാഗ് കുറെ നാളായിട്ട് എന്റെ ഇരിക്കുന്നു. അവൻ കിടന്ന് പിന്നാട്ടയാണ് അവന് വേണമെന്ന്. ഞാൻ അത് കൊണ്ടു കൊടുക്കാനായിട്ട് പോവുകയാണ്. ഓക്കെ ഗൈസ്, അപ്പൊ ഡിക്കി ഫുള്ള് സെറ്റായ സ്ഥിതിക്ക് ഫ്രണ്ടി കയറിക്കോടൗട്ടി. ഞങ്ങൾ റെഡിയായി ഇറങ്ങി. ഒരാളുടെ ടെൻഷൻ അടിച്ച് ഇപ്പൊ പൊട്ടിത്തെറിക്കും. അങ്ങനെയൊന്നും പറയല്ലേ. പാവം. അയ്യോ, പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ ഒരുങ്ങി വന്നപ്പോഴത്തേക്ക്. അത് കാര്യമുണ്ട്. പിന്നെ അയ്യോ, പക്ഷെ നല്ല രസമുണ്ട് കേട്ടാ. ഭംഗിയുണ്ടല്ലോ. ഗൈസ്, ബൈ ദ ബൈ, ഈ ബാഗ് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഈ ബാഗ് സരോജിനി നഗർ മാർക്കറ്റ് പറഞ്ഞു വാങ്ങിയ ബാഗാണ് ഗൈസ് ഇത്. പക്ഷെ കൊള്ളാം, ഈ ഡ്രസ്സിന്റെ കൂടെ ചേർന്നുണ്ട് കേട്ടാ. ഓക്കെ, എത്താറായെന്ന് തോന്നുന്നു ഗൈസ്. നമ്മൾ പാലാരി വട്ടത്താണ് ഈ സലൂൺ വരുന്നത്. എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഏറ്റവും സ്ക്വയർ ഫീറ്റ് കൂടി 5000 സ്ക്വയർ ഫീറ്റ് ചെയ്തേക്കുന്ന ബ്യൂട്ടി സലൂൺ ആണ്. എന്ന് പറഞ്ഞാൽ പ്രീമിയം, ഭയങ്കര പ്രീമിയം ലെവലില്. എന്ന് പറഞ്ഞാൽ 5000 സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഗൈസ്. അമ്മാതിരി സൈസിലുണ്ട്. പിന്നെ ഇതിനകത്ത് മൊറോക്കൻ ബാത്ത്, ജക്കൂസി, അങ്ങനെ വേണ്ട ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്.
നിനക്ക് മറ്റേ ഫേഷ്യലോ മൈക്രോബ്ലേഡിങ് അങ്ങനെയുള്ള എല്ലാ സെറ്റപ്പും ഉണ്ട് ഇവിടെ. ഒരുവിധമുള്ള നല്ല കൺസൾട്ടേഷനും ആണെന്നാണ് പറയുന്നത്. ഹെവി ആയിട്ട് അവർ ചെയ്തേക്കുന്നതാണ് കേസ്. അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ടാ പോവാം. നമ്മൾ എത്താറായി, ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. ഹലോ ഹലോ അവിടെ ഹലോ, ഇനി എവിടെയും ഹലോ പറയാനുണ്ടോ? ഹലോ. ഇതാണ് കേസ് ബൊട്ടാണിക് ഏതോ ഒരു പയ്യൻ. ആ ബൊട്ടാണിക് അല്ല, ബോട്ടണിക്. ഹൾക്കോ, നിന്റെ പേരാണോ ഹൾക്ക്? ആ ഓക്കെ സെറ്റ്. ഇതെന്തുവാടോ ഓരോ ചക്രന്നൊക്കെ എഴുതി വെച്ചേക്കുന്നത്? ഇതെന്തുവാടാ ഇത്? ഇത് നമ്മുടെ ഇവിടുത്തെ ഒരു 7 ചക്രാസ് ഉണ്ട്. പല പല ട്രീറ്റ്മെന്റ്സ് ആണ്. ആണോ? വീട്ടിലെല്ലാം കൊടുക്കും. ഓ അത് കൊള്ളാമല്ലോ ഗൈസ്. ഓരോ ഡോറിലും ഓരോ റിബൺ വീതം ഞാൻ കാണുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇവിടെ ഒരു റിബൺ. അപ്പൊ എല്ലാവർക്കും ഓരോന്നും മുറിക്കാടാ. എന്താടാ സർപ്രൈസ് ഉണ്ടല്ലേ? ആ സർപ്രൈസ് ആവാം. പറഞ്ഞിട്ടൊക്കെ സർപ്രൈസ് തരുന്നു. നമുക്ക് ഒരു റൂമിൽ കയറി ഒന്ന് കുറച്ചിരിക്കാം. സുഹൃത്തുക്കളെ, ഞങ്ങളുടെ കൂടെ ഇനോഗ്രേഷനെ എത്തിയിരിക്കുന്ന ശ്രീവിദ്യയും രാഹുലും. സുഖമാണോ രണ്ടുപേർക്കും? നിങ്ങളുടെ ഇത് പോസ്റ്ററിൽ കൊടുത്തിരുന്ന ഫാൻ ഫേവറേറ്റ്സ് ആണ്. ഇവ എനിക്ക് അയച്ചു തന്നു, വിഷ്ണു അയച്ചു തന്നതിൽ ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് വിശേഷം? അടിപൊളി. ഞാൻ പോകണ്ട, ഞാൻ തിരുവനന്തപുരം. എന്റെ സ്ഥലം മാറ്റാൻ നോക്കണ. ശ്രീകാരി ചെല്ലമംഗലം അറിയോ? അറിഞ്ഞൂടാ എവിടെയൊക്കെ. അല്ലല്ലല്ല ശ്രീകാര്യം. അദ്ദേഹത്തെ ക്ലിനിക്ക് ആണോ? ശ്രീവരാം. ആ ഓക്കെ ഓക്കെ. ഇത് ചെല്ലമംഗലം എന്ന് പറയും. ഒരു ദിവസം ഇറങ്ങി രണ്ടുപേരും ട്രിവാൻഡ്രത്തുള്ളപ്പോ. മതി സന്തോഷം അല്ലേ? ഞങ്ങൾ ശ്രേയ ചേച്ചിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം സുഹൃത്തുക്കളെ. ശ്രേയ ചേച്ചി വന്ന ഉടൻ ഇനോഗ്രേഷൻ ഉണ്ടാവുന്നതായിരിക്കും. പക്ഷെ സ്പീച്ചൊക്കെ ഉണ്ടാ? നിന്റെ സ്പീച്ചാ പോണാ നീ? എടാ ടിപ്സ് വേണേ ചോദിച്ചോ? സെലിബ്രിറ്റി ലൈഫിൽ ഇറങ്ങുമ്പോൾ നമ്മൾ ഫസ്റ്റ് കുറച്ച് സ്പീച്ച് പറയും. കൗണ്ടർ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് കുറച്ച് നാട്ടുകാരുടെ അടുത്തേക്കുള്ള. എടാ പോടാ പാവം കൊച്ചിനാ നീ മാനസികമായി. ഹായ്, ഇത് കൊള്ളാല്ലേ? ഞാൻ ഇതൊക്കെ ചെയ്യുന്നതായിട്ട് എക്സ്പെരിമെന്റ് ചെയ്യാം. അതല്ലേ ആക്ച്വലി അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ടല്ലേ. ഓവനോ? അത് ഇവിടെ വരുന്നവർക്ക് ഉള്ള സ്നാക്സ് ഒക്കെ ചൂടായി കൊടുക്കാനായിരിക്കും. അയ്യോ എടി, ഇത് സ്റ്റെറിലൈസ് ചെയ്ത സാധനമാണിത്. ഓവൻ എന്തിനാ? ഉടനെ ഉള്ളി ഇവിടെ ചൂടാക്കാനാണ്. സ്റ്റെറിലൈസ് ചെയ്യാ മറ്റേ എടാ മറ്റേ ബാക്ടീരിയന്ന് മുക്തമാക്കാനായിട്ടുള്ളത്. വരുന്നവർക്ക് സ്നാക്സ് ഒക്കെ കഴിക്കണമല്ലോ. നീ ചോദിച്ചതിനുള്ള ഉത്തരമാണ് ഞാൻ തന്നത്. ഓവൻ എന്തിനാന്ന്? ഓ ബൊക്കെ കിട്ടി. ആര് തന്ന? ലച്ചു. താങ്ക് യു ലച്ചു. മോഡേൺ ഇനോഗ്രേഷൻ. ഓ അത് പൊളി സാധനം കേട്ടാ. അടിപൊളി 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 അടിപൊളി. കഷ്ടം മാറി ആ പയ്യന്റെ ബാക്കിലോട്ട് പോയി. പൂത്തിരിയെന്നാണ് പറയുന്നത്. അത് രസമാണ്. കൺഗ്രാറ്റുലേഷൻ ബോട്ടണിക് സലൂൺ ആൻഡ് സ്പാ. പാവം കൊച്ചിനെ റാഗിയല്ലേ രക്ഷിക്ക അത് ഞാൻ എപ്പോഴും പറയാറുണ്ട്. നമ്മുടെ ബ്ലോഗ് ശരിക്കും 1 ലക്ഷം 2 ലക്ഷം 3 ലക്ഷം ആൾക്കാർ കാണുമ്പോൾ നമ്മൾ ഒരിക്കലും ഈ 3 ലക്ഷം ആൾക്കാരുടെ ഫ്രണ്ടിൽ ഇമാജിൻ ചെയ്ത് നോക്കിയിട്ടില്ല. എപ്പോഴെങ്കിലും ഒരു 3 ലക്ഷം ആൾക്കാരുടെ മുമ്പിൽ നിന്ന് സംസാരിക്കുന്നു ഇമാജിൻ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യാൻ ടെൻഷനായി പോകും. അതാണ് ഒരു സൈക്കോളജി. അപ്പൊ ബ്ലോഗിൽ നമ്മള് എന്തായാലും ഇപ്പം വളരെ കഷ്ടപ്പെട്ടാണ് ആക്റ്റീവ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ അധികം ഇനി വർഷനെ പേടിപ്പിക്കുന്നില്ല. രക്ഷിച്ച് കിട്ടിയത് നന്നായി. സ്പെഷ്യലായിട്ട് കപ്പിൾസിന് മാത്രമേ ഉള്ളൂ. ഞാൻ കുളിപ്പിച്ചാ മതിയോ?
അല്ല. വലിയ കമന്റ്സ് ഫോർ കപ്പിൾസ് ഫാമിലീസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് വർഷയുടെ താങ്ക്സ് പറയാം. ഇല്ലായിരുന്നല്ലേ? ഓ നന്നായി. നീ ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് മൊറോക്കൻ ഭാഗത്ത് കുളിക്കാൻ പറ്റില്ലായിരുന്നു. വർഷ ശ്വേത ചേച്ചിയോട് നറുക്കെടുക്കാനൊക്കെ പോയി. എന്തിനു പരിപാടി? നറുക്കെടുപ്പാ? നീ ലക്കി വിന്നർ എടുത്താ? ഇതാണ് വർഷ എടുത്ത ലക്കി വിന്നർ. കൺഗ്രാറ്റുലേഷൻസ്. എടാ പേര് എഴുതിയിട്ട് അങ്ങനെ 4000 രൂപീസിന്റെ ഗിഫ്റ്റ് വൗച്ചർ. അവ അതുകൊണ്ട് പോവേണ്. അവൻ തരണില്ല. ഇതിനി എനിക്ക് സ്വന്തം. ഓക്കേ, താങ്ക് യു. ഏത് സർവീസ് ആയിരിക്കും എടുക്കാൻ പോകുന്നത്? സർവീസ് മാരീഡാണോ? സിംഗിൾ ആണോ? പേടിച്ച. അപ്പൊ അനിയത്തിയുണ്ടോ? സിസ്റ്റർ ഉണ്ടോ? അമ്മയില്ലേ? ആ അപ്പൊ അമ്മേനെയും കൊണ്ടുവരാ അല്ലേ? അച്ഛനെയും കൊണ്ടുവരാ. ഹെയർ കട്ട് അങ്ങനെ ചെയ്ത് കൊടുക്കേ. ഗേൾഫ്രണ്ട് ഉണ്ടോ? അത് രജിസ്റ്റർ ആയിട്ടുണ്ടോ? തോന്നണല്ലേ? അതർവൈസ് ഒരു കാര്യം ചെയ്യാം, ബൗൺസറിന്റെ മോലാളി പുള്ളിക്ക് കൊടുക്കാൻ ഞങ്ങൾക്ക് ബില്ലിനകത്ത് കുറച്ച് ഡിഡക്ഷൻ ആവും. അത് കൊടുക്കൂല. എന്താ ഇത്? പടിക്കെട്ടിൽ ഒരുപാട് ഇനോഗ്രേറ്റ് ചെയ്യാൻ പോവാണ്. മുതലാളി ഫ്രണ്ടിൽ നിന്നോളൂ. ദീപം തെളിയിച്ച് കഴിഞ്ഞ സുഹൃത്തുക്കളെ, അടുത്തതായിട്ട് ഇനി ഇൻഡിവിജ്വൽ ആയിട്ടുള്ള അവരുടെ മറ്റേ ഓരോ ചക്രാസ് എന്ന് പറഞ്ഞില്ല, ഓരോ സർവീസ് തരുന്ന ഓരോ റൂമിന്റെ ഇനോഗ്രേഷനാണ് ഇനി അടുത്തത്. വിളക്ക് കത്തിച്ചല്ലേ? മൈക്ക് കൊടുത്തപ്പോ ഒന്ന് ടെൻഷൻ അടിച്ചേട്ടാ. ഇതെന്താ ടെലിപ്പോർട്ടേഷൻ റൂമോ? അതെന്താ അത്? എന്താ അത്? നീ ഇവിടെ ഉള്ള അല്ലേ? വർഷയുടെ ആദ്യത്തെ നാടൻ മുറിയാണ്. ഇല്ല ഇല്ല കണ്ടിട്ടില്ല. അവര് മൊറോക്കൻ വിട്ടൊരു കളിയില്ല. എവിടെ? കാർത്തിക് സൂര്യ ആൻഡ് വർഷയാണ് ഇനാഗ്രേറ്റ് ചെയ്യുന്നത്. താങ്ക് യു സോ മച്ച് കാർത്തിക് ആൻഡ് വർഷ. താങ്ക് യു. സോ അപ്പൊ നിങ്ങൾ തന്നെ അത് കയറി ഫസ്റ്റ് എക്സ്പ്ലോർ ചെയ്തോളൂ. വലതുകാല് വെച്ചൊക്കെയാണ് കയറിയത്. ഇതിനകത്ത് നമ്മളെ നമ്മളിപ്പോ സ്പൈനിലാണെങ്കിൽ ഇതിങ്ങനെ ടിൽറ്റ് ചെയ്ത് നമുക്ക് ആ വെള്ളത്തിന്റെ പ്രഷറിൽ മസാജ്. ഇപ്പൊ കൈ കൊണ്ടാണ് പ്രഷർ ചെയ്യുന്നതിനെക്കാട്ടിലും പ്രഷർ ആയിരിക്കും. കറക്റ്റ് നമ്മളൊരു സ്പ്രിംഗ് വാട്ടറിന്റെ താഴെ നിൽക്കുന്ന ഫീൽ ആയിരിക്കും. വെള്ളച്ചട്ടത്തിൽ പോയി നിന്നിട്ട് താഴെ അതേ ഫീൽഡ് നമുക്ക് ചെയ്യും. ഇത് മൂവ് ഇത് എല്ലാം ഇതിലോട്ട് മൂവ് ആവുന്ന ഇവിടെ നിങ്ങൾ എന്താണ് ഇനോഗ്രേറ്റ് ചെയ്യുന്നത്? കപ്പിൾ സ്പാ. അതിന്റെ അകത്തൊരു ഡൈനോസർ ഒക്കെ ഉണ്ട്. തത്തമ്മേ. എന്നൊക്കെ സർപ്രൈസ് ആങ്കറിന്. ഞാനോ കത്രിക്ക് പകരം ഒരു ഫോൺ കിട്ടിയില്ലേ? എന്നെ സർപ്രൈസ് ആയ വർഷയോടാ? അത് ശ്രീവിദ്യയാണ്. ആണല്ലേ? സർപ്രൈസ് ആയോ? എന്റെ സർപ്രൈസ് ആയോ? ഒരു സൈഡിൽ കൂടെ അങ്ങ് പോയി. സർപ്രൈസ് ആയോ? ആണോ?
ഒരു കൊറിയൻ പാട്ടിന് വേണ്ടി ഇത്രയും ഇമോഷണൽ ഓക്കെ ഐശ്വര്യമായിട്ട് ആര് പറയണ ഇത് എന്റെ കഴിഞ്ഞല്ലോ. കറിയോ ഇനി പണി ചെയ്യും. ആ ഇനി പണി ചെയ്യ അകത്ത് കയറും. അയ്യോടാ ഏയ് ഇത് ഓപ്പറേറ്റ് ചെയ്ത് കാണിക്കാൻ പോവാണോ? ഓ മൈ ഗോഡ്, നേരത്തെ കേട്ടാ ചേട്ടാ നിന്നെ നോക്കിട്ട് വർഷം കൊടുക്കാൻ. കൊറിയൻ ബാത്ത് വിത്ത് ബോഡി മസാജ്. മ്യൂസിക് വിത്ത് ബോഡി മസാജ്. ഒരു മണിക്കൂറോളം എന്റെ ചലഞ്ച് ഏറ്റെടുത്ത് ചെയ്ത ഒരു പയ്യനെ കാണാൻ വന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ഓടിയിട്ട്? എത്ര കിലോമീറ്റർ ഓടി? 16 ഓടിയാ? വെൽഡൺ മൈ ബോയ്. ഇതിന് കാലുവേനല്ലോ ഉണ്ടായിരുന്നോ? 2 ദിവസം പിന്നെ കടുക്കും. ആ അടിപൊളി. ഹലോ, എന്താ മകളെ? എന്റെ ബർത്ത്ഡേ നിങ്ങളുടെ വെഡിങ് ആണോ? ഇവിടെ അവിടെ നിന്ന് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് കൊക്ക് എന്ന യക്ഷ കാണിക്കുന്നു. അയ്യോടാ, പേരെന്താ നിന്റെ? ആണോ? പേരെന്താ നിന്റെ? ഡെൽന. ആ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അമ്മ ഇപ്പൊ എല്ലാ വീഡിയോ എന്നെ വിളിച്ചിരിക്കും. നീ കണ്ടോ? സന്തോഷം, സന്തോഷം, ഒരുപാട് സന്തോഷം. എടാ മക്കളെ, നിന്റെ പേരെന്തായിരുന്നടാ? മിഥിൻ. നൈസ് ടു മീറ്റ് യു. വ്ളോഗിന്റെ അടുത്ത് ഒരു ഹായ് പറഞ്ഞുതരാം. അമ്മേന്റെ അടുത്ത് ഹായ് പറഞ്ഞുതരാം. നിങ്ങൾ ഇതൊക്കെ ചാടിയൊക്കെ വീണ് വ്ളോഗൊക്കെ എടുത്ത് എന്റെ കൂടെ. ഏതാടാ ചാനല്? മിഥുന പ്രകാശ്. ക്യാമറ ഞാൻ പ്രകാശൻ. ഓ കൊള്ളാം, നല്ല പേര്, അടിപൊളി. സന്തോഷം ഒരുപാട്. പൊളിച്ചെടുക്ക്. വ്ളോഗ് ഇപ്പൊ എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്? ആ വളർന്നു വരട്ടെ. അതെ, നല്ല കാര്യം. ആ പക്ഷേ എന്തൊക്കെ തെങ്ങിന്റെ ആൾക്കാരാന്ന് തോന്നുന്നു. പക്ഷെ ആ സന്തോഷ വർത്താനം പറഞ്ഞു കൊടുക്കൂ. ആര്? ഓ, നീ ബ്യൂട്ടിഫുൾ വേണ്ടി ചെയ്താണ്. ആരെടുത്ത്? ഏത് ഫീൽഡില് ആണല്ലേ? ആണോ? നിങ്ങൾക്ക് ത്രെഡ് ചെയ്യണോ? കുട്ടി ചെയ്ത് തരും. ഇത് എന്താ ഇത്? ശ്രീബുദ്ധൻ മൊത്തത്തിൽ പുകഞ്ഞിരിക്കുകയാണല്ലോ. കൊള്ളാല്ലേ? എസ്തെറ്റിക്സ്. ഡ്രൈ ഐസ് ആണ്ടോ? ഡ്രൈ ഐസ് 2 കണക്കിയല്ല. ബുദ്ധൻ എന്തൊക്കെ കാണണമെന്ന്. എന്തായിരുന്നു? ഇത് ഡ്രൈ ഐസ് ആണോ? ഞാൻ ഒരു പ്രാവശ്യം ഇതിന്റെ 1 ടണ്ണ് വാങ്ങി ഒരു സ്വിമ്മിംഗ് പൂളിൽ തട്ടി നോക്കിയിട്ടുണ്ട്. 1000 കിലോ. കൊള്ളാം കേട്ടാ. എനിക്ക് നൊക്ലാസി അടിച്ചടാ. ചെയ്യണം കേട്ടോ. ചെയ്യണം. അല്ലേ, ഇതിന്റെ അപ്പുറത്തെ റൂം എടുക്കാം. അത് ചിലപ്പോ മുതലാവത്തില്ല. വർഷ ഇവിടെ എത്തിയ ഐഡിയക്ക് പിന്നിലെ തല ഇതായിരുന്നു. വർഷമാണെന്ന് പറഞ്ഞല്ലേ? എത്തി വർഷ. നീ ഹാപ്പി ആയില്ലേ? പാവ ടെൻഷനൊക്കെ അടിച്ച് ഊപ്പാടുവന്നിരിക്കുകയാണ്. പക്ഷെ ചില്ലായിട്ട് തന്നെ കേട്ടാ. മെഡിക്ക് ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് അടിക്കിരിക്കുകയാണ്. അതെ, രാവിലെ എന്തൊരു ഡയറ്റ് ആണോ ഇത്? മാസ്മരികം. വീട്ടില് രാവിലെ ഞാൻ കുഴച്ചു വെച്ച തന്തൂരി ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുക. ആ ഡയറ്റ് എന്റെ അടുത്ത് ചോദിക്കും. ഡയറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫ്ലോറിൽ സ്റ്റൈൽ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അപ്പൊ അയാൾ പാർട്ട് ടൈം ആയിട്ട് മിക്സർ ചിപ്സ് ഇതെല്ലാം അയാളുടെ ഒരു പാക്കറ്റ് നിറയെ മിക്സറും ഇതെല്ലാം വാങ്ങിച്ചു കഴിക്കും. ഒരു 3 നേരം. രാവിലെ ഒരു ഇഡലി കഴിക്കുള്ളൂ. മിക്സർ തിന്നാൻ വേണ്ടി ഇഡലിയിൽ പിടിച്ചല്ലേ? എന്തായാലും തന്തൂരി എൻജോയ് ചെയ്യൂ. നമ്മൾ കഴിക്കട്ടെ സുഹൃത്തുക്കളെ. അങ്ങനെ ഇവന്റ് കഴിഞ്ഞിറങ്ങി. സന്ദീപ് എങ്ങനെ ഉണ്ടായിരുന്നടാ? നീ ആരൊക്കെ ആയിട്ട് കമ്പനിയൊക്കെ ആവണുണ്ടല്ലോ?
ഇവിടത്തെ ഒരു കുട്ടി എനിക്ക് ഞാൻ ഒരു ടിഷ്യൂ തന്നു. ഈ നീ ഇങ്ങോട്ട് നോക്കിയാണോ? നീ പുരുകോൻ ത്രെഡ് ചെയ്ത് എനിക്ക് സംശയമുണ്ട്. നീ ആ താടിയിലൊന്ന് മരിച്ചാണ് ദൂരെ വരുമെന്ന് നോക്കട്ടെ. രാത്രി എനിക്ക് സംശയമുണ്ട്. ഇതെന്തുവാടാ ഇത്? അത് നോക്കണ്ടേ നമ്മള്? അതെങ്ങനെ തുറക്കണം? ഇതിങ്ങനെ അങ്ങനെയല്ല ഇതിനല്ല. പക്ഷെ എല്ലാവരും പറഞ്ഞു കേട്ടോ, എല്ലാരും വരണം, നമസ്കാരം. വർഷയുടെ സ്പീച്ച് നന്നായിരുന്നടാ. ഞാൻ ആദ്യമേ പ്രിപ്പയർ വന്നത് നോ സ്പീച്ചിനായിരുന്നു. എന്നിട്ട് എന്റെ അടുത്ത് മൈക്ക് തന്നിട്ട് വല്ലതും പറയാൻ ഞാൻ മനസ്സിൽ വിചാരിച്ചു അയ്യോ അമ്മ വന്നതേ ആരുടെയോ ഭാഗ്യം. ഇത് കാൻഡില് അന്ന് നമ്മള് മെഴുകുതിരി പെപ്പർമിന്റ് കൊള്ളാം, മണം വരണുണ്ട്. യൂക്കാലിപ്റ്റസ് മിന്റ് പെപ്പർമിന്റ് എന്തോ നീ മിന്റ് കണ്ട കൊറേ ഇലയൊക്കെ ഉണ്ടല്ലോടാ. ഒറിജിനൽ ഇല്ല. ഓ ഫാഷൻ അല്ലേ? എന്താ ബോഡി വാഷാ? ബോഡി എസെൻഷ്യൽ ഓയിൽ ബോഡി മിസ്റ്റ് ആ അതാണ് ഞാൻ നോയിക്കൊണ്ടിരുന്ന. പമ്പരശ്ശേരി പോകുമ്പോ കൊണ്ടുപോടിയ. ഇതെന്തിനാണ്? സ്പിയർമിന്റ് സ്ക്രബ്. അപ്പം ആദ്യത്തെ ഇനോഗ്രേഷൻ എങ്ങനെ ഉണ്ടായിരുന്നാ? കൊള്ളായിരുന്ന? മറ്റേ ബാത്ത് ബോംബ്. നമ്മള് ബാത്ത് ടബ് വീട്ടില് വെക്കുമ്പോഴത്തേക്ക് അതിന്റെ അകത്ത് കൊണ്ടിടാം ഗൈസ്. ഉണ്ട ബാത്ത് സോൾ അങ്ങനത്തെ സാധനം. അപ്പൊ അതായിരുന്നു ഗൈസ് ഞങ്ങൾ ഒന്നിച്ചുള്ള ആദ്യത്തെ ഇനോഗ്രേഷൻ. സമാനായ ഇപ്പോഴാണ് എന്താടാ നാളെ വരും. പക്ഷേ നാളെ വരും. നാളെ ചുമ്മാ വരാലോ. നാളെ വെറുതെ വരാം, അവളെന്റെ കൂടെ വരും. അപ്പൊ നാളെ ഒരു ഇനോഗ്രേഷൻ ഉണ്ട് നമുക്ക്. അത് നമ്മുടെ ഇൻഫിനിറ്റി കോട്ടിയൂറിന്റെ ആണ്. അത് സ്വന്തം സാധനം. നമുക്ക് ഇനി അടുത്ത 60 സെക്കൻഡ് 60 പ്ലേസ് എടുക്കുമ്പോഴത്തേക്കും വീണ്ടും ഡ്രസ് എടുക്കാറാണ്. അപ്പൊ നാളെ പോയി നമുക്ക് അവിടെ ഇനോഗ്രേറ്റ് ചെയ്യാം. അതിനു മുന്നേ ഇന്ന് നമുക്കിനി പോണം. അപ്പൊ എന്തായാലും ഈ വ്ളോഗ് ഞങ്ങളുടെ ഇനോഗ്രേഷൻ വ്ളോഗ് ഇവിടെ വെച്ച് എൻഡ് ചെയ്യാണ്. ടാറ്റ കൊടുക്കണം. ടാറ്റ ഓർഡറാ. ബൈ ബൈ ഗൈസ്. അടുത്ത വീഡിയോ കാണാം. ഇനി ഞങ്ങൾ കണ്ണന്റെ വീട്ടിലോട്ട് പോട്ടെ.